ഗൈസ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ നമ്മൾ നീറ്റ് 2026 കൗൺസിലിങ്ങിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം MCCയുടെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവാനായിരിക്കുന്നത് എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഏകദേശം അലോട്ട്മെൻറ്റിന് വേണ്ടതും അതിനുശേഷം കൗൺസിലിങ്ങിന് വേണ്ടത് നമുക്ക് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാം. ആ ടൈമിൽ ഒരു ഹറിബറി ആവണ്ട. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് നോക്കാം. ഓൾ ഇന്ത്യ കോട്ട അഥവാ MCCയിൽ നടക്കുമ്പോൾ അലോട്ട്മെൻറ്റ് ലെറ്റർ, അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടും. ആ അലോട്ട്മെൻറ്റ് ലെറ്റർ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കണം കോളേജിന് അഡ്മിഷൻ പോകുമ്പോൾ. പിന്നെ നിങ്ങൾ നീറ്റ് 2026 അഡ്മിറ്റ് കാർഡ്, നീറ്റ് 2026 സ്കോർ കാർഡ്, ഇതൊക്കെ റീനീറ്റിൻ്റെയാണ് ആവശ്യമുള്ളത്. പിന്നെ SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില കോളേജിൽ 9 ഫോട്ടോ ചോദിക്കും, ചിലർ 8 ചോദിക്കും, ചിലർ 12 ചോദിക്കും, ചില കോളേജിൽ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ വരെ ചോദിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കോളേജിനനുസരിച്ചാണ് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് എത്ര എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. പിന്നെ ആധാർ കാർഡ്, നിങ്ങളുടെ ഒരു വാലിഡ് ഫോട്ടോ ID നിങ്ങളുടെ ഒരു ആധാർ കാർഡ്, അത് കറക്റ്റ് ഡേറ്റ് ഒക്കെ ഇല്ലേ, നിങ്ങളുടെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തൊരു ആധാർ കാർഡ് വേണം. അത് അപ്ഡേറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി അപ്ഡേറ്റ് ചെയ്തോളൂ. കാരണം ഞാൻ ഒരു കൗൺസിലിംഗ് അഡ്മിഷൻ്റെ ടൈമിൽ നിങ്ങളത് ബുദ്ധിമുട്ടാൻ നിൽക്കണ്ട. പിന്നെ വേണ്ടത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് പറയുമ്പോൾ OBC, EWS, SC STക്കാരുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ OBCയുടെ NCL, ഈ 3 പേർക്കും NCL വേണ്ടത് സെൻട്രലിൽ നിന്ന് താലൂക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയ NCL സർട്ടിഫിക്കറ്റ് ആവണം. അത് കറക്റ്റ് വാലിഡ്, NCLന് 1 ഇയർ വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ വാലിഡിറ്റി തീരാത്ത നല്ല സർട്ടിഫിക്കറ്റ്, അത് താലൂക്കിൽ നിന്ന് സെൻട്രൽ സർട്ടിഫിക്കറ്റ്, OBCക്കാർക്ക് താലൂക്കിൽ നിന്ന് കിട്ടണം, EWSകാർക്ക് താലൂക്കിൽ നിന്ന് കിട്ടണം, SC STക്കാർക്കും താലൂക്കിൽ നിന്ന് NCL സെൻട്രൽ സർട്ടിഫിക്കറ്റ് കിട്ടണം. അത് റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം. കാരണം ഇനി ആ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും ഓരോ വാലിഡിറ്റി ഉണ്ട്. പിന്നെ ഫീ പേയ്മെൻറ്റ്, അത് നിങ്ങളുടെ കോളേജിന് ഡയറക്റ്റ് നമ്മൾ കോളേജിൽ ഫീ പേ ചെയ്യേണ്ട റെസിപ്റ്റ് അതൊക്കെയാണ്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തമിഴ്നാടാണ് ആ കുട്ടിക്ക് ഓൾ ഇന്ത്യ വഴി സീറ്റ് കിട്ടിയതെങ്കിൽ തമിഴ്നാട് കയറണമെങ്കിൽ ആ കുട്ടിക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എവിടുന്നാണ് കിട്ടുക എന്ന് കുറേ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് തമിഴ്നാട് നിന്ന് കിട്ടുകയാണ്. അത് നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് MCCയിൽ ഏത് സ്റ്റേറ്റിലാണ് കിട്ടുന്നത് നമുക്കറിയില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കുട്ടിക്ക് തമിഴ്നാടിനാണ് കിട്ടണമെങ്കിൽ തമിഴ്നാട് കോളേജിൽ നിന്ന് വേണം നിങ്ങൾ എന്തുണ്ടാക്കാൻ, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. അത് ആ ടൈമിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടുന്നത് അനുസരിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങളുടെ TC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് CC, പിന്നെ വേണ്ട അതർ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത് അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല സർട്ടിഫിക്കറ്റ്സ് അവർ എക്സ്ട്രാ ചോദിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്യാപ്പ് ഇയറിന് അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്സ് അവർ ചോദിക്കും. അത് അത്ര കറക്റ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. അത് അവർ കോളേജുകാർ അത് ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അതർ റിക്വയർഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഇതിൽ കുറേ 2-3-4 കാര്യങ്ങൾ നമ്മുടെ കൗൺസിലിംഗ് അഡ്മിഷൻ്റെ ടൈമിൽ ആവശ്യമുള്ളതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. സ്റ്റേറ്റ് കോട്ട ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. സ്റ്റേറ്റ് കോട്ട ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ നോക്കുമ്പോൾ CEയുടെ അണ്ടറിൽ അലോട്ട്മെൻറ്റ് മെമ്മോ, ഡാറ്റാ ഷീറ്റ്, ആദ്യത്തെ 2 നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങളുടെ സൈറ്റിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ് ഈ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡാറ്റാ ഷീറ്റും. അത് പാനിക് ആവേണ്ട, അത് ആ ടൈമിൽ കിട്ടുന്നതാണ്. പിന്നെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നെങ്കിൽ നമ്മളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നോർമലായിട്ട് ഇപ്പോൾ എല്ലാവരും നമ്മൾ എല്ലാത്തിനും വാലിഡായി യൂസ് ചെയ്യുന്നത് നമ്മൾ SSLC സർട്ടിഫിക്കറ്റ് മതി. പിന്നെ നിങ്ങളുടെ TC, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, CC, 10th സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, നീറ്റ് അഡ്മിറ്റ് കാർഡ്, നീറ്റ് സ്കോർ കാർഡ്, ഇതൊക്കെ നമ്മൾ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന് പറഞ്ഞ പോലെ തന്നെ നീറ്റിൻ്റെ റീനീറ്റിൻ്റെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. ഇതിൽ അലോട്ട്മെൻറ്റ് മെമ്മോ അതേപോലെ ഡാറ്റാ ഷീറ്റ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റും ഫീയും ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ഓൾ ഇന്ത്യ അണ്ടറിൽ പോലെയല്ലേ സിഇയുടെ അണ്ടറിൽ വരുമ്പോൾ നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ സിഇയുടെ സൈറ്റ് വഴി നിങ്ങൾ ഫീ കുറച്ച് പേ ചെയ്യും. ആ കുറച്ച് പേ ചെയ്യുന്ന ഫീ നിങ്ങളൊന്നെങ്കിൽ ഓൺലൈൻ ആവും അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ആവും. അപ്പോൾ അതിൻ്റെ ഒക്കെ റെസിപ്റ്റ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ അക്ഷയയാണോ അല്ലെങ്കിൽ വല്ല കഫേസ് നിന്നാണോ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടും. അപ്പോൾ ആ റെസിപ്റ്റ് നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷന് പോകുമ്പോൾ ആവശ്യമുണ്ട്. ഇനി അതിൻ്റെ പുറമെ കോളേജുകാർ എക്സ്ട്രാ ഫീസ് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആ ഫീയും നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഓൾ ഇന്ത്യ നോക്കുമ്പോൾ ഓൾ ഇന്ത്യയിൽ അവർ ഡയറക്റ്റ് കോളേജിലേക്കാണ് നമ്മൾ ഫീ പേ ചെയ്യുക. പക്ഷേ CEയുടെ അണ്ടറിൽ ഡയറക്റ്റ് കോളേജ് പേ അല്ല ഫീ ചെയ്യണത്. നമ്മൾ ഡയറക്റ്റ് എന്താ പറയുക, CEയുടെ സൈറ്റിലൂടെ ഒരു ഫീ പേ ചെയ്യേണ്ടത് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കോളേജുകാർ എക്സ്ട്രാ വേറെ ഫീ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റും വേണം. പിന്നെ നിങ്ങൾക്ക് അവിടെ കൊടുക്കാതെ വേറെ ഒരു ഫീയും ആവശ്യമുണ്ടാവും. പിന്നെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഓൾ ഇന്ത്യയിലാവുമ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിലെ കുട്ടിക്ക് കേരളത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തമിഴ്നാട് കിട്ടിയാൽ തമിഴ്നാടിൽ നിന്ന് ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണമെന്ന്. പക്ഷേ ഇത് CE നമ്മുടെ കേരളത്തിൽ പഠിച്ച കുട്ടികൾക്കുള്ളതായതുകൊണ്ട് നമ്മൾ കേരളത്തിൽ പഠിച്ച സിലബസ് ഇല്ലവർക്ക് അതിൽ ടെൻഷൻ ആവണ്ട. നമുക്കിവിടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾ കേരളത്തിൽ പഠിച്ച് നമ്മൾ ഇവിടുത്തെ നാറ്റീവ് കേരളൈറ്റ് ആണ്. അതുകൊണ്ട് അതിന്മേൽ ടെൻഷൻ ആവണ്ട.
പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഏകദേശം ഒരു അസിസ്റ്റൻറ്റ് സർജനെക്കാട്ടിയും താവാത്ത വെച്ചാൽ അതിൻ്റെ മുകളിലെ ആൾക്കാരേക്കാണ്. അതൊരു നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയാൽ അവർ ചെയ്തു തരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും നമുക്ക് അഡ്മിഷനൊക്കെ കിട്ടി പിന്നെ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിമ അപ്പോൾ ഹറിബറി ആക്കണ്ട, ഇതൊക്കെ വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ളൂ. ഇതൊക്കെ ആ ടൈമിൽ നമുക്ക് അഡ്മിഷന് കിട്ടി, അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടി അഡ്മിഷന് പോകാനാവുന്ന ആ ടൈമിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും 3-4 വാക്സിൻ എടുക്കാണ്ട് ആ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്സും ആവശ്യമുണ്ട്. പിന്നെ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾ ഇന്ത്യ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ അതിന് ചെറുതായിട്ട് വ്യത്യാസം വരുന്നത് വെച്ചാൽ OBC EWSകാർക്ക് NCL സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ വില്ലേജ് എന്ന് വരുന്നതും SC STക്കാർക്ക് താലൂക്കത്തെ എന്താ പറയുക NCL ആണ് വേണ്ടത്. നമ്മളിതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ SC STക്കാരെ ആകെ താലൂക്കത്തെ NCL മാത്രം എടുത്താൽ മതി. അവർക്ക് ഓൾ ഇന്ത്യയിലും യൂസ് ചെയ്യാം, അതേപോലെ നമ്മുടെ കേരളത്തിലും യൂസ് ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി EWSകാരും OBCക്കാരും ഓൾ ഇന്ത്യയിൽ താലൂക്കിൻ്റെ NCL കൊടുക്കണം, സിയുടെ അണ്ടറിൽ വില്ലേജിത്തെ NCL കൊടുക്കണം. അപ്പോൾ അത് കൺഫ്യൂസ് ആവരുത്. നമുക്ക് നിങ്ങൾ EWS അല്ലെങ്കിൽ OBCകാരാണെങ്കിൽ NCL സെൻട്രലും സ്റ്റേറ്റും എന്തായാലും എടുത്ത് വെക്കേണ്ടതാണ്. SC STക്കാർക്ക് ആകെ സെൻട്രലിൽ അല്ലെങ്കിൽ താലൂക്കിൻ്റെ അണ്ടറിൽ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ ആധാർ കാർഡ് അത് നിങ്ങളുടെ കയ്യിലുണ്ടാവും, പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ വേറെ ഏതൊരു ഡോക്യുമെൻറ്റ്സ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഇതിലാരും പാനിക് ആവേണ്ട. ഇതൊക്കെ ഏകദേശം നമ്മുടെ ആ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞ് ഏകദേശം അഡ്മിഷൻ്റെ ടൈമിൽ ആവശ്യമുള്ളതാണ്. അതിൽ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. കാരണം നീറ്റിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടി എടുത്തതാവും നിങ്ങളുടെ NCL, അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതൊക്കെയോ ഇപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ടൈമിൽ ആവശ്യമുണ്ടാവും. നിങ്ങളുടെ SSLC +2 അങ്ങനത്തെ വേറെ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഫോട്ടോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരിക. പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണെങ്കിൽ 5,000 rupees പേയ്മെൻറ്റ് ഉണ്ട്. അതിപ്പോൾ MCCയിലാണെങ്കിലും CEയിലാണെങ്കിലും 5,000 rupees. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കൗൺസിലിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒരു 5,000 rupees പേ ചെയ്തിട്ട് നമ്മൾ കോളേജിന് അലോട്ട്മെൻറ്റ് കൊടുക്കുക. അങ്ങനെയാണ്. നമുക്ക് എവിടെയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ആ 5,000 rupees നമുക്ക് റീഫണ്ട് കിട്ടും. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മൾ കാര്യം കറക്റ്റായിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.